Sit down. വളരെ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമാണ് കുറച്ചു മുൻപ് ഇവിടെ നടന്നത്. ആ സംഭവത്തിന് ഉത്തരവാദി കമ്മീഷണർ രാമനാഥനല്ലേ? അങ്ങേരെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ DGPയെ കമ്മീഷണർ മർദ്ദി ചവച്ചനാക്കി തൂക്കിയെടുത്ത് ജീപ്പിലിട്ടുകൊണ്ട് പോയത് ഗോമസ് സാറിന്റെ കൊലയാളി അയാൾ തന്നെയാ. ഗോമസ് സാറിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതേ ഉള്ളൂ. ശവസംസ്കാരം പോലും കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്തിനാണ് സാർ? ക്ഷമിക്കണം, അങ്ങനെ വേണ്ടി വന്നു. നിങ്ങളെ ഞങ്ങൾക്ക് കാന്ത സ്വന്തം സഹപ്രവർത്തകരുടെ ശവം തന്നെ നിങ്ങൾ. അത് ശരിയാ, അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, പോലീസുകാർക്ക് തന്നെ അന്ധനായ ഇയാളുടെ കൂടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കാവില്ല. ഇതിനെതിരെ എന്ത് ശിക്ഷ സാറ് തന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. അതിനു മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് തരണം. DGPയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ സമയം ചോദിക്കുന്നത്. അതിനുശേഷം അഡീഷണൽ DGPയുടെ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ തരാം. ഡിയർ ഫ്രണ്ട്സ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് അഡീഷണൽ DGP ഗോമസിനെ വെടിവെച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ നിഗമനം. ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും പോലീസ് സർവീസ് റിവോൾവറിലെ ബുള്ളറ്റും .5 ആണ്. അതുകൊണ്ട് എങ്ങനെയാ ഒരു പോലീസുകാരനെ കൊന്നെന്ന് നിശ്ചയിക്കുന്നത്? അതേ പോയിന്റുള്ള ബുള്ളറ്റ് ഇടുന്ന വേറെ റിവോൾവറുകളില്ലേ? ശരിയാണ്, അതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബട്ട് ഐ എം ഷുവർ ഓഫ് ഇറ്റ്. ഈ കൊല നടത്തിയത് നമ്മുടെ കൂട്ടത്തിലൊരാളാണ്. വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇൻസ്പെക്ടർ രാജൻ, ഒന്ന് വന്നേ. നിങ്ങളുടെ ഷർട്ടിന്റെ പുറകുവശം കീറിയിട്ടുണ്ടോ? എന്റെ ഷർട്ടൊന്നും കീറിയിട്ടില്ല. കമ്മീഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെയ്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ? ഹേയ്, കുറ്റം ഞാൻ തന്നെ കേൾക്കാം, പക്ഷേ ഷർട്ട് കീറിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ രാജ? കണ്ട, ഇത് ഈ ഷർട്ടിൽ നിന്ന് തന്നെ കീറിപ്പോയതാ. ഇരുട്ടത്ത് കോറിഡോറിലൂടെ ഓടിമറഞ്ഞ രൂപം കണ്ടപ്പോഴേ നിന്നെ ഞാൻ സംശയിച്ചതാ, പക്ഷേ ഉറപ്പിക്കാൻ വയ്യല്ലോ. ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് എവിടെ? അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. സർവീസ് റിവോൾവറിലെ ബുള്ളറ്റ് വീട്ടിൽ വെച്ചോ? എന്തിനാ? പിള്ളേർക്ക് കളിക്കാൻ? പറയടോ, ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് അല്ലേ അഡീഷണൽ DGPയുടെ നെഞ്ചത്ത് തറച്ചു കയറിയത്? ഞാൻ കൊന്നിട്ടില്ല. പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? നീ പറയില്ലല്ലേ? പറയോ? താൻ പാതി ദൈവം പാതി നല്ലോടോ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പാ, എനിക്കുള്ളത് ദൈവം എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുതരും. ആര്? കമ്മീഷണറോ? വരണം, ഇരിക്കണം. അത് ഇവിടെ പറഞ്ഞതടോ, നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഉടനെ അങ്ങോട്ട് വിളിക്കാം. എൻ്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടെന്ന് കമ്മീഷണർക്ക് ഇപ്പൊ സംശയമുണ്ടല്ലേ? ഒരു സംശയമില്ല. തലയ്ക്ക് പിന്നിൽ മാത്രമല്ല, ഗുണശേഖരന്റെ ശരീരത്തിന് ചുറ്റുമുണ്ട് കണ്ണും കൊമ്പും കോമ്പലും എല്ലാം. പക്ഷേ മനുഷ്യന്റെ ശവം തിന്നുന്ന ഗുണശേഖരന്റെ ചീഞ്ഞളിഞ്ഞ കണ്ണുകൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വിഡ്ഢിയായിട്ട് അഭിനയിച്ച് മനുഷ്യനെ പറ്റിക്കുന്ന താനൊരു രക്തരക്ഷസാണ്. മനുഷ്യരക്തം കുടിക്കുന്ന രക്തരക്ഷസ്. പറടാ, ആറ്റു ആന്റണിയും കുടുംബത്തെ നീ വെട്ടിയെറിഞ്ഞ എന്തിനാണ്? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കുത്തുനുറുക്കി നീ സംഹാര താണ്ഡവമാടിയത് എന്തിനാണ്? പവിത്രമായ ഗാന്ധി സേവാ സദനത്തിൽ വന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്നു. ഇന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു നിന്റെ ഭാഗ്യം. ആ മഹാത്മാവിനെ ഓർത്ത് ഞാൻ ക്ഷമിക്കാം. കടന്നു പോണ ഓർത്ത്. നിന്നെ പോലെയുള്ളവർ ഭരിക്കുന്ന ഈ നാടിന്റെ രാഷ്ട്രപിതാവാകേണ്ടി വന്ന മഹാനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. ഗോപകുമാർ, ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ മൈ ഡിയർ ഹോണറബിൾ മിനിസ്റ്റർ. പൊതുജന സേവനമെന്ന നാടകം കളിച്ച് നീയും നിന്റെ സുഹൃത്ത് മന്ത്രി അവറാച്ചനും കൂടെ കട്ടുമുടിച്ചത് ഈ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലിയൊരു തുകയാണ്. പണം കുമിഞ്ഞുകൂടിയപ്പോ നിന്നിലുള്ള ക്രിമിനൽ സടകുടഞ്ഞെഴുന്നേറ്റു.
അങ്ങനെ ആന്റണിയുടെ ബംഗ്ലാവിൽ ആ തുക മുഴുവൻ അടിച്ചു മാറ്റാൻ നീ തീരുമാനിച്ചു. നിനക്ക് തുണയായി കേരളത്തിലെ അതിപ്രഗത്ഭനായ പോലീസ് മേധാവിയും. അവിടെ ഇരിക്കുന്ന കാശിൽ 10-50 കോടിയോ ഹാവറാച്ചന്റെ കാണത്തുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉള്ളവൻ നാട്ടുകാരെ കൊങ്ങയ്ക്ക് പിടിച്ചുണ്ടാക്കിയതാ. ചേട്ടനും അനിനും കൂടി അതിന് കമ്മിയാണ്ടല്ല. ഗുണശേഖരന്റെ ഗുണം അവരറിയും. മിനിസ്റ്റർ ടെൻഷൻ അടിക്കാതെ ഇരു ചെവി അറിയാതെ ഞാൻ പറഞ്ഞ പണി ചെയ്ത കാശ് മുഴുവൻ കൈ ഇരിക്കുകയും ചെയ്യും. അവറാച്ചനോട്ടുള്ള ബന്ധം അങ്ങോട്ട് പോകത്തുമില്ല. സമ്പാദ്യം കുമിഞ്ഞു കൂടും തോറും എനിക്ക് സംശയം തോന്നി തുടങ്ങിയതാ. ആ കാശ് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നു. CS-ന്റെ കൊച്ചുമകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ആൻ്റപ്പനും കുടുംബവും എന്തായാലും പോയിരിക്കും. അങ്ങനെ പോയാൽ അന്ന് തന്നെ സംഗതി നടപ്പാക്കുന്നു. പക്ഷേ താനും എൻ്റെ ഒപ്പം വേണം. ഞാൻ വെളിയിൽ നിന്ന് എല്ലാ സെറ്റപ്പും ചെയ്തു തരാം. രാജൻ മിനിസ്റ്ററോടൊപ്പം കാണും. ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നേ. അവറാച്ചന് പരസ്യമായിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ. കള്ളപ്പണമല്ലേ. പിന്നൊരു കാര്യം, സംഗതി നടന്നു കഴിയുമ്പോൾ എന്നെ മറന്നേക്കരുത്. ഞാൻ മറക്കില്ലോടോ ഗോമസേ. തനിക്കും തരും ഞാൻ 5 കോടി. വാരി നടക്കണം മുഴുവനും. ഇതിനകത്ത് കയറാനുള്ള ധൈര്യം നിനക്ക് അങ്ങനെ വന്നടാ പട്ടി. ഇതാര് പറഞ്ഞു നിന്നോട്? ഗുണശേഖര, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിന്റെയൊക്കെ പണം സൂക്ഷിച്ചൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് എന്തിനാടാ ഇത്? കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. Ah!